വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ. സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു അല്ലേ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്, കയറി കാണുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എനിവേ, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന OP ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാ OP ഡിപ്പാർട്ട്മെൻറ്റ്സും ഞാൻ പഠിപ്പിക്കുന്നില്ല കേട്ടോ, കുറേ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, ബാക്കി നമുക്ക് വന്നിട്ട് പഠിക്കാം കേട്ടോ. എനിവേ, സോ ഈ OP ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ആക്ച്വലി മെഡിക്കലിൻ്റെ ബ്രാഞ്ചസ് ആണ്. അതായത് മെഡിസിൻ്റെ ബ്രാഞ്ചസ്. ഒരു ഡോക്ടർ MBBS എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ പ്രസവവാടി പോകണം, അല്ലെങ്കിൽ നെഞ്ചുവേദനയാണ്, ആ ഡോക്ടറിനെ കാണണം, കുഞ്ഞുമാവേനെ കൊണ്ടുപോയിട്ട് ഇന്ന ഡോക്ടറിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ? ഇനിമൂലം നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് അതിനൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡെർമറ്റോളജി നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് എല്ലാ സ്കിന്നിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാരൊക്കെ സ്കിന്നിനൊക്കെ, ഞാൻ ഉൾപ്പെടെ സ്കിന്നിനൊക്കെ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡെർമറ്റോളജി എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അതുപോലെ ENTയും കോമൺ ആണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ബാക്കി നമ്മൾ കേൾക്കാത്തതും കേട്ടതുമായിട്ടുള്ള ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സും, ആ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഏതിനാന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. അങ്ങനെയുള്ള 1-2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹാർട്ടിൻ്റെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിന് നമ്മൾ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. എന്താണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം? നമ്മുടെ ഹ്യൂമൻ ബോഡി, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ എന്താണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് അല്ലേ? ഈ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നത് എന്ത് സാധനമാണ്? ഹാർട്ടും അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസൽസും. സോ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സ്ഥലമാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇല്ലേ? നിങ്ങൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാമെന്ന് കേട്ടിട്ടില്ലേ? ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അസുഖമല്ല കേട്ടോ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ പാർശ്വഫലമായിട്ട്, അതായത് അസുഖത്തിൻ്റെ കാരണമായിട്ട് ഹാർട്ട് നിലച്ചു പോകുന്ന അവസ്ഥയെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അതെറോസ്ക്ലീറോസിസ്, ആർട്ടിയോറിയോസ്ക്ലീറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാർഡിയോളജിയിലാണ്. ഇനി പീഡിയാട്രിക്സ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്? 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്. ഈ പീഡിയാട്രിക്സിൽ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഉണ്ട്, നിയോനേറ്റോളജി. എന്താണ് നിയോനേറ്റോളജി? ഈ ഓളജി എന്ന് എല്ലായിടത്തും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഈ ഓളജി എന്ന്. ഓളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് കേട്ടോ അർത്ഥം. ഈ നിയോ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ അർത്ഥം ന്യൂ എന്നാണ്. നെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ്. സോ ന്യൂലി ഡെലിവേർഡ് ബേബി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് കുഞ്ഞു കുട്ടികൾ, നമ്മൾ പറഞ്ഞ പീഡിയാട്രിക്സ് കുഞ്ഞു ബേബീസ് മുതൽ 15 വയസ്സ് വരെ ആണെങ്കിൽ ഇവിടെ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് നിയോനേറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി നിങ്ങൾ ക്യാൻസർ വാർഡ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഡോക്ടറിനെ കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇനി അങ്ങനെ പറയരുത്. ഓങ്കോളജിസ്റ്റ്. വാട്ട്? ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, അതായത് നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ ക്യാൻസർ വാർഡിൽ പോകണം, ക്യാൻസറിൻ്റെ ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറയുന്നത് ഇനി മുതൽ തന്നെ പറഞ്ഞുകൂടാ, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. സോ ഈ ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ, എല്ലാ തരത്തിലുള്ള ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് 3 തരത്തിലാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്: കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ആൻഡ് സർജിക്കൽ റിപ്പയർ. സോ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ആക്ച്വലി റേഡിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മുടെ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമറിനെ നശിപ്പിച്ച് കളയുക. അപ്പോൾ അതായത് എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന റേഡിയേഷനാണ്. അപ്പോൾ നമുക്കത് ഹോൾ ബോഡിയിലേക്ക് സ്പ്രെഡായാൽ ഒരിക്കലും നമുക്ക് ഈ റേഡിയേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലും 1-2 സ്പോട്ടിൽ മാത്രമാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി റേഡിയേഷൻ കൊടുത്ത് തന്നെ നശിപ്പിച്ച് കളയാം. പക്ഷേ ഹോൾ ഓവർ ബോഡിയിൽ സ്പ്രെഡായ ക്യാൻസർ എങ്ങനെ നമ്മൾ റേഡിയേഷൻ കൊടുത്ത് നശിപ്പിച്ച് കളയും? ഇല്ലേ? അതിനാണ് നമ്മൾ കീമോതെറാപ്പി യൂസ് ചെയ്യുന്നത്. കീമോതെറാപ്പിയും ഒരു റേഡിയോ ആക്റ്റീവ് മെഡിക്കേഷൻ ആണ്. അതായത് ഈ പറഞ്ഞ റേഡിയേഷൻ തന്നെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് മരുന്നായിട്ട് നമ്മൾ കയറ്റുന്നത്. ഓക്കെ, അത് ഇഞ്ചക്ഷൻസ് ആയിട്ടും ഫ്ലൂയിഡ്സ് ആയിട്ടും ഒക്കെ നമ്മൾ കീമോതെറാപ്പി
കൊടുക്കുന്നു. അപ്പോൾ എന്താ നമ്മുടെ സംഭവിക്കുക? നമ്മൾ ഇഞ്ചക്ഷൻസ്, ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലൂടെ. ആ ബ്ലഡ് എവിടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നോ അവിടെയൊക്കെ ക്യാൻസറസ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ, അതായത് ക്യാൻസറസ് സെല്ല് മാത്രമല്ല അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാത്തരം സെല്ലുകളെയും കോശങ്ങളെയും, സെല്ലെന്ന് പറഞ്ഞാൽ കോശങ്ങൾ കേട്ടോ, കോശങ്ങളെയും നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ഇല്ലാതാക്കി കളയുന്നു. അതുകൊണ്ടിട്ടാണ് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെയൊക്കെ മുഖത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മാർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ മുഖത്തൊക്കെ ഒരു കുഞ്ഞു കുരു ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കീമോതെറാപ്പി മെഡിക്കേഷൻസ് നശിപ്പിച്ച് കളയും. ഓക്കെ, പിന്നെ ഉള്ളത് സർജിക്കൽ റിപ്പയർ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ക്യാൻസർ വന്ന പേഷ്യൻറ്റിൻ്റെ ആ ഭാഗം മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുറിച്ച് കളയുക. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കോശം എടുത്തിട്ട് നമ്മൾ ബയോപ്സിക്ക് വിടാറുണ്ട്. ബയോപ്സി എന്ന് പറഞ്ഞാൽ ട്യൂമർ, അതായത് ഒരു മുഴയിനെ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ട്യൂമർ, അതായത് സാധാരണ ഒരു മുഴയിൽ നിന്ന് കോശത്തിനെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റിന് വിടും. അവിടെ നിന്ന് നമുക്കത് ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ എന്നുള്ള റിസൾട്ട് വരും. ബിനൈൻ ആണെങ്കിൽ പേടിക്കാനില്ല, ആ സെൽസ് സ്പ്രെഡ് ആവാനായിട്ട് ചാൻസസ് കുറവാണ്. മാലിഗ്നൻ്റ് ആണെങ്കിൽ അതിനർത്ഥം അത് ക്യാൻസറസ് ആണെന്നാണ്. സോ അത് ഒന്നെങ്കിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ടാവും. സോ അതിനെ നമ്മൾ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നശിപ്പിച്ച് കളയണം. ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത്? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഒബ്സ്ട്രാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ സബ് സ്പെഷ്യാലിറ്റിയാണ് ഒബ്സ്ട്രാറ്റിക്സ്. ഒബ്സ്ട്രാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി പഠിപ്പിച്ചു തരാം, അനസ്തീഷിയോളജി. ഈ അനസ്തീഷിയോളജി എങ്ങനെയാണ് OPDയിൽ വരുന്നതെന്നും കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ അനസ്തീഷിയോളജി? അനസ്തീഷ്യ കൊടുക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എനിവേ ഞാൻ പറഞ്ഞുതരാം. സർജറി ചെയ്യുന്ന സമയത്ത് ആ വേദന അറിയാതിരിക്കാനും സർജറി ചെയ്യുന്നത് അറിയാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഈ പറഞ്ഞ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തിനെ മരവിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. പല്ലെടുക്കാത്ത ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ പല്ലെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങളെ അവിടെ നമ്മുടെ മോണയിൽ ഇഞ്ചക്ട് ചെയ്യത്തില്ലേ? അതും ഒരുതരം അനസ്തീഷ്യയാണ് കേട്ടോ. ഈ അനസ്തറ്റിസ്റ്റിന് എന്താണ് OPDയിൽ കാര്യം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അനസ്തറ്റിസ്റ്റ് OPDയിൽ ഇരിക്കുന്നത് സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത പേഷ്യൻസ് സർജറിക്ക് ആപ്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ബോഡി സർജറിക്ക് വേണ്ടിയിട്ട് തയ്യാറാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി. സർജറി ചെയ്യുന്ന കൊണ്ടിട്ടല്ല റിസ്ക് വരുന്നത്, അനസ്തീഷ്യ കൊടുക്കുന്ന കൊണ്ടുള്ള റിസ്ക് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കുന്നത് ഈ പറഞ്ഞ അനസ്തറ്റിസ്റ്റ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ തരത്തിലുള്ള അനസ്തീഷ്യ ഉണ്ട്? ലോക്കൽ അനസ്തീഷ്യ ഉണ്ട്, ജനറൽ അനസ്തീഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തീഷ്യയും ഉണ്ട്. എന്താണ് ലോക്കൽ അനസ്തീഷ്യ? ഈ ലോക്കൽ അനസ്തീഷ്യയുടെ കാര്യം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞത്, ടൂത്ത് എക്സ്ട്രാക്ഷൻ, അതായത് പല്ലെടുക്കുക. പല്ലെടുക്കുന്ന സമയത്ത് നമ്മുടെ മോണയിൽ അവിടെ മാത്രം ആ ഒരു കുഞ്ഞു പോർഷനിൽ മാത്രമായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഇനി ജനറൽ അനസ്തീഷ്യ എന്താണ്? ഒരു ഓപ്പൺ സർജറി അല്ലെങ്കിൽ മേജർ സർജറി, ഇപ്പോൾ ഹാർട്ട് മുറിച്ച് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതായത് ചെസ്റ്റ് ഫുള്ള് മുറിച്ച് ഹാർട്ടിന് സർജറി ചെയ്യുക, വയറ് ഫുള്ള് മുറിച്ചിട്ട് അതിൽ എന്തെങ്കിലും സർജറി ചെയ്യുക. ഈ ഒരു സമയത്ത് പേഷ്യൻറ്റിന് പകുതിയെങ്കിലും ബോധം ഉണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റാക്ക് വന്ന് പേഷ്യൻറ്റ് ചിലപ്പോൾ മരിച്ചു ഇല്ലേ? അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി പേഷ്യൻറ്റിനെ അൺകോൺഷ്യസ് ആക്കി മാറ്റും. അതിന് നമ്മൾ ബ്ലഡിലൂടെ അനസ്തീഷ്യ കടത്തിവിട്ട് ആ പറയുന്ന ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത അനസ്തീഷ്യനെ എല്ലാ ബോഡി പാർട്ടിലേക്കും എത്തിച്ച് നമ്മുടെ ബോഡി മൊത്തം മരയിപ്പിച്ച് കളയും. ഓക്കെ, സോ ഇങ്ങനെ മൊത്തം മരയിപ്പിക്കുമ്പോൾ പേഷ്യൻ്റ് സ്വാഭാവികം നമ്മുടെ ബ്രെയിൻ ഉൾപ്പെടെ മരയിപ്പിക്കല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇനിയുള്ളത് റീജിയണൽ അനസ്തീഷ്യ ആണ്. ഈ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഫുള്ളായിട്ട്, അതായത് ലോവർ ബോഡി വയറിൻ്റെ താഴെ വശം ഫുള്ളായിട്ട്, 2 കാല്, പിന്നെ വയറിൻ്റെ താഴെ ഭാഗം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും സിസേറിയൻ സെക്ഷനൊക്കെ കഴിഞ്ഞവർക്കുണ്ടെങ്കിൽ മനസ്സിലാകും. എനിക്കൊക്കെ സിസേറിയൻ സെക്ഷൻ ആയിരുന്നു. ആ സമയത്ത് നട്ടലിന് ഇഞ്ചക്ഷൻ തന്നു കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ ബോധം ഉണ്ടാവും, ഒരു കുറച്ചെങ്കിലും ബോധം ഉണ്ടാവും, പക്ഷേ താഴേന്നൊന്നും അറിയത്തില്ല. ഈ പറഞ്ഞ വയറിൻ്റെ ഭാഗത്തോ കാലിൻ്റെ ഭാഗത്തൊക്കെ മൊത്തം മരവിപ്പായിരിക്കും, നമുക്കൊന്നും അറിയില്ല. ജസ്റ്റ് അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും, പക്ഷെ വേദന അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇടതുഭാഗം ഫുള്ള് മരവിപ്പിക്കുക, വലതുഭാഗം ഫുള്ള് മരവിപ്പിക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് റീജിയണൽ അനസ്തീഷ്യയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഇനി എങ്ങനെയാണ് ഈ പെയിൻ വരാതിരിക്കുന്നതെന്ന് അറിയണ്ടേ? അതിനെന്ത് പഠിക്കണം? ന്യൂറോളജി പഠിക്കണം. പക്ഷേ അതെനിപ്പോൾ പറഞ്ഞു തരത്തില്ല, നെക്സ്റ്റ് വീഡിയോ കാണാൻ വാ. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ന്യൂറോളജിയിൽ നമ്മുടെ കൈയനങ്ങുന്നതും കാലനങ്ങുന്നതും സംസാരിക്കാൻ പറ്റുന്നതും വേദന ഉണ്ടാകുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺഡ്.